ഇത് സംഭവം സൂപ്പർ ആട്ടാ. നമുക്ക് അരി എടുത്തോ. കാലിന് വന്നേ അരി എടുത്തോ. ഇത് ബീഫാണോ കൊടുത്തേ? മീനോ? ബീഫ്. മീനിന്റെ കുറച്ചാണ് തന്നെ. തരാലോ. മീൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വീട്ടിൽ ബീഫ് ആവശ്യമായിട്ടാ. അമ്മയ്ക്ക് നമ്മളെല്ലാരും കഴിക്കുമ്പോഴേ ഇത് മീൻ ഒരു കാക്കിലെയും ബീഫ് ഒരരക്കിലും. അതുകൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറ കേക്കട്ട്. ചൂട് ചോറ് കഴിക്കാനാണെങ്കിൽ വേറെ ഒരു കറിയും വേണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം. ഞാൻ ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഇല്ലേ? 10-15 പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ടില്ലേ പലപ്പോഴായിട്ട്. കഷ്ടമായി പോയി. ചേച്ചി സൂപ്പർ, അടിപൊളി സാധനം. ചേച്ചി സൂപ്പർ, അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ സാധനം. അതൊക്കെ പക്ഷേ ലാർജ് സ്കെയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടേസ്റ്റോടുകൂടി ഫുഡ് കൊടുത്ത ആള് വരും. ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓർഡറുകൾ കിട്ടുന്നുണ്ട്, അതിൽ നിർത്തിയേക്കുക. സൂപ്പർ, അത് കൂടുതലായിട്ടും ഒന്നും പറയാനില്ല. കേൾക്കുന്ന എനിക്ക് സന്തോഷം. ഞാൻ ലേബലുണ്ട്, ഞങ്ങൾക്ക് ഒട്ടിച്ചു തരാം, എല്ലാം തരാം. ഹലോ, ഹെഡ്മിലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ചിന്തിച്ചു കാണും, ചേച്ചി എന്തോ വാലും തലയില്ലാതൊക്കെ ഇട്ടേക്കുന്നതെന്നതൊന്നും അല്ല. നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ലൈവായിട്ടൊരു റിസൾട്ട് കണ്ടപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ കേട്ടോ. ധാരാളം എനിക്ക് മെസ്സേജായിട്ടും വോയിസ് മെസ്സേജായിട്ടും ഒക്കെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് വരാറുണ്ട്. ഞാനത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വോയിസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ടെക്സ്റ്റ് മെസ്സേജിനേക്കാൾ കൂടുതൽ എനിക്ക് വോയിസ് മെസ്സേജാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കടയിൽ സാധനങ്ങൾ തരാൻ വരുന്ന പിള്ളേരാണേ. അവരുടെ കയ്യിലും ഓൾറെഡി പല ബ്രാൻഡുകളുടെ അച്ചാറുണ്ട്. അപ്പോൾ ഇവരുടെ നിന്നാണ് ഇടയ്ക്കൊക്കെ ഞാൻ വിനാഗിരി എടുക്കുന്നത്. അപ്പോൾ എന്തിനാ ചേച്ചി ഇത്രയും വിനാഗിരി എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഞാൻ അച്ചാറുകൾ ഇടുന്നുണ്ടെന്ന് പറഞ്ഞപ്പം സാമ്പിൾ കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓരോരുത്തരുടെയും റിവ്യൂ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ലൈവായിട്ടും പലരും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം എടുക്കാൻ വരുന്നവർ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരാമോ എന്ന് ചോദിക്കാറുണ്ട്, അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടും പഴവുമാണ്. ഇന്നും എന്നത്തെയും പോലെ നമുക്ക് എന്നെ സഹായിക്കാനായിട്ട് ചേച്ചിയുണ്ട്. അപ്പോൾ ചില ദിവസം പുട്ടും കടല, പുട്ട് പപ്പടം, പുട്ട് പയറ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇന്ന് പുട്ടും പഴവും. ജോസാന് പഴവും പുട്ടും മാത്രം മതി, അതിൻ്റെ കൂടെ പഞ്ചസാരയൊന്നും വേണ്ട. പക്ഷേ ചേച്ചിക്ക് പഞ്ചസാരയും വേണം. അങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുന്നു. ജോസാനും കൊടുത്തു, ചേച്ചിക്ക് കൊടുത്തു. അതിനുശേഷം ഇത് കണ്ടിട്ട് ആർക്കും എന്നോട് വിരോധം തോന്നരുത്. ചക്ക വരട്ടിയത് ഇപ്പം സീസൺ തീർന്നു. അപ്പം വീഡിയോ എടുത്തതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഈ വർഷം കിട്ടാത്തവർക്കെല്ലാം ഞാൻ അടുത്ത വർഷം തരാൻ ശ്രമിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇല്ല, മൊത്തത്തിൽ തീർന്നല്ലോ, ചക്ക എങ്ങും കിട്ടാനില്ല. ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ബാച്ച് കൂടെ ചെയ്തായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ചേച്ചി രാവിലെ ചക്ക പഴുത്തത് പറിച്ച് ഇതുപോലെ പീസാക്കി തന്നു. ഞാനത് വെയിറ്റ് നോക്കി കവറിലോട്ടാക്കി തൽക്കാലത്തേക്ക് ഫ്രീസറിലോട്ട് വെച്ചു. ഡീപ് ഫ്രീസറിലാണ് വെച്ചതെങ്കിലും കൂളിങ്ങിലിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് തന്നെ എടുക്കാനുള്ളതാണ് കേട്ടോ. എങ്കിലും ഞാൻ വെയിറ്റ് നോക്കിയാണ് വെക്കുന്നത്, കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ചേച്ചി ബാക്കി ജോലികൾക്കായിട്ട് പോയത്. ഞാൻ പറഞ്ഞ ആദ്യം തന്നെ ചക്കപ്പരിപാടി നടക്കട്ടെ ചേച്ചി, കാരണം ചക്ക നശിച്ചു പോയാൽ അത് ഭയങ്കര വിഷമമാണ്. കാരണം എത്രയോ ദൂരത്തുനിന്ന് ചുമ്മിക്കൊണ്ട് വരുന്നതാണ് പാവം ജോസാൻ. അപ്പോൾ അത് വേസ്റ്റാക്കി കളയാനും പാടില്ലല്ലോ. കറക്റ്റ് സമയത്ത് അത് നമ്മൾ പറിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അഴുകിപ്പോയാൽ പിന്നെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും എൻ്റെ 1-2 ചക്ക വേസ്റ്റായി പോയി. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. ഡീപ് ഫ്രീസർ ഇതുപോലെ ഇടയ്ക്കൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ ഇച്ചിരി നാരങ്ങയും വിനാഗിരിയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുമേ. അതിനകത്ത് എന്തെങ്കിലും പൊതുവെ സ്മെല്ലൊന്നും കാണാറില്ല. സ്മെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ഫ്രിഡ്ജിലും അങ്ങനെ യൂസ് ചെയ്യാം. ദിവസം മീൻ എടുക്കാൻ പോയി. അർജൻറ്റ് കുറച്ച് നെയ്മീൻ്റെ ഓർഡറുണ്ട്. ഒരാളൊരു 3 മാസം മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞ് നാട്ടിൽ ലീവിന് വരും, വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് നെയ്മീൻ വേണം. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരാളും 1.5 മാസം മുമ്പേ എന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ്, നെയ്മീൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ. അന്നേരം എല്ലാം വിളിക്കുമ്പോൾ ഞാൻ പറയും സീസൺ തീർന്നു, ഭയങ്കര വിലയാണ്, ഞാൻ നോക്കട്ടെ കിട്ടുമോ ഇല്ലയോ എന്ന് പറയാം. അങ്ങനെ എന്തായാലും എല്ലാവരെയും കഴിഞ്ഞ 4-5 ദിവസത്തിന് മുമ്പ് ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്നേ. കാരണം ഓൾറെഡി ചെയ്ത് കൊടുക്കാമെന്ന് അഡ്വാൻസ് പറഞ്ഞ് ആശിപ്പിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
എന്തായാലും ദൈവഭാഗ്യത്തിന് നല്ല നെയ്മീൻ കിട്ടി. അങ്ങനെ എടുക്കാൻ ജോസാൻ പോയേക്കുന്നു. കുറച്ച് ഉള്ളിയും കൂടെ വേണമേ, അത് ഞാൻ പൊളിക്കുക. നമ്മുടെ ചേച്ചി ഇന്നും ഉണ്ട്. ചേച്ചി കടയുടെ മുമ്പിൽ ഭയങ്കര പോച്ച, എത്ര പറിച്ചാലും ഒരാഴ്ച കൊണ്ട് കിളുത്ത് കയറും. പെരക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ചിരിച്ചിരിച്ചൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ പറിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടും സമയം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് അത് ഇച്ചിരി മെനക്കെട്ട് നിന്ന് പറിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. വ്യവസായത്തിന് സമയം കിട്ടത്തില്ല. എങ്കിൽ ഇച്ചിരിയെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ കടയുടെ മുമ്പിലാണ്, വീടിൻ്റെ ഫ്രണ്ട്, ആ കടയുടെ ഓമയൊക്കെ നിൽക്കുന്നില്ലേ അവിടെ. അപ്പം ജോസാനും സമയം കിട്ടുമെങ്കിൽ ഇച്ചിരിച്ച പറിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടുപേർക്കും സമയമില്ലാത്ത അവസ്ഥയാണ് ഇതിനൊക്കെ. ചേച്ചി വന്നത് എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അയ്യോ, ഞാനിപ്പോഴാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം ഞാൻ ഒറ്റ കൈ, 2 കൈ കൊണ്ടാണല്ലോ ചെയ്തതെന്ന്. കാരണം ചേച്ചി വന്ന് ഇത്രയും ചെയ്തിട്ട് പോലും ഇവിടുത്തെ ജോലി തീരുന്നില്ല. ജോലി എന്ന് പറഞ്ഞാൽ, ചേച്ചിയുടെ ജോലി എന്ന് പറഞ്ഞാൽ, ഞാൻ അച്ചാറിടുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുക, ഇഞ്ചി ചിരണ്ടുക, കുറച്ച് ഉള്ളി പൊളിക്കുക, ഇഞ്ചി ചിരണ്ടി കഴുകി വെള്ളം വാലാനൊക്കെ ചേച്ചി വെക്കും. അത് കഴിഞ്ഞിട്ട് ഒന്നത്തേക്കുള്ള ഇഞ്ചി ചോപ്പ് ചെയ്യാനായിട്ട് ചെറിയ പീസാക്കി തരും. പിന്നെ ഞാൻ എന്തെങ്കിലും കറിയൊക്കെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞു തരും. പിന്നെ തേങ്ങ തിരുമ്മി തരും. ഇങ്ങനെയൊക്കെയുള്ള പണികളെല്ലാം. അച്ചാറിടക്കം അത് ഞാൻ തന്നെ. അതിൽ വേറെ എനിക്ക് സംതൃപ്തി കിട്ടത്തില്ല നമ്മുടേതായിട്ടുള്ള രീതിയിൽ. കാരണം ഇത്രയൊക്കെ റെഡിയായാൽ പിന്നെ ബാക്കി എളുപ്പമാണല്ലോ, കുഴപ്പമില്ല. ഇഞ്ചിയൊക്കെ ചിരണ്ടലല്ലേ വലിയൊരു പണി. അത് 1-2 കിലോ പോലെ അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചി. പിന്നെ തൂത്ത് തുടപ്പ്, അയ്യോ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഞാനെന്ന് പറയുന്നത് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് തൂത്തിടും. അതെന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ഏറ്റവും വലിയ ആശ്വാസം അതാണ്. പിന്നെ തുണി കഴുകാനുള്ളത് ഞാൻ മെഷീനിലും കഴുകിയിടും, അല്ലാതൊന്നുമില്ല. പിന്നെ മീൻ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അത് കഴുകി തരിക, ബീഫ് മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അത് കഴുകി തരിക, നാരങ്ങ അരിയുക, നെല്ലിക്ക ഉണ്ടെങ്കിൽ അതരിയുക. ഇതെല്ലാം എങ്ങനെ അരിയണ്ടേന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളക്കിടുന്ന നാരങ്ങ വേറെ രീതിയാണ്, ചുമന്ന നാരങ്ങ വേറെ രീതിയാണ് അരിയുന്നത്. അപ്പോൾ അതെല്ലാം ചേച്ചിക്ക് അവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ആ മുറ്റത്ത് ആ പടിയേൽ അങ്ങ് തെങ്ങി ഇരുന്നല്ലാണ് എല്ലാ പണിയും അവിടെ ഇരുന്ന് ചെയ്തോളൂ. എന്നും വിളിക്കാറില്ല, ഇടയ്ക്ക് ഇതുപോലെ ജോലിയുള്ള സമയം. ഇപ്പം അടുപ്പിച്ച് 3-4 ദിവസമായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. എനിക്ക് അടുപ്പിച്ച് വേണമായിരുന്നു. അതുകൊണ്ട് കേര എടുക്കണം, അതുപോലെ തന്നെ നെയ്മീനും എടുക്കണം, അതൊക്കെ കഴുകി വൃത്തിയാക്കണം. ജോലിയുണ്ട്. ഇന്നത്തെ ദിവസം കുറേ പണികളുണ്ടെന്ന് വെച്ചാൽ കുറേ പണികളുണ്ട്. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല, ആ ഒരു അവസ്ഥയാണ്. എന്നിട്ട് പോലും ഇടയ്ക്ക് കുറേ വീഡിയോകൾ എടുക്കാനും പറ്റിയിട്ടില്ല. കാരണം എല്ലായിടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ ഈ ക്യാമറയെ എടുത്തുകൊണ്ട് പോകണം. ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ആരെങ്കിലും ഒരു ക്യാമറ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കങ്ങ് ചെയ്താൽ മതി, നമ്മുടെ കൂടെ നടന്ന് വീഡിയോ എടുക്കേണ്ടവരങ്ങ് എടുത്തോളൂല്ലോ. അതൊന്നും പോസിബിൾ അല്ല. വെറുതെ സ്വപ്നം കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കറി വെക്കാനായിട്ട് പരിപ്പും നമ്മുടെ പച്ചപ്പരിപ്പുണ്ടല്ലോ, ചെറുപയറും അതുപോലെ ഒരു പപ്പായ ഉണ്ടായിരുന്നു, അതും ഇട്ടുള്ള കറിയാണ്. ഞാൻ പൊതുവെ പപ്പായയൊക്കെ കറി വെക്കുമ്പോൾ അതിനകത്ത് കോമ്പിനേഷനായിട്ട് ഇങ്ങനെ പയറൊന്നും ഇടാറില്ല. പപ്പായ മാത്രം ഇട്ടാണ് കറി ആയാലും തോരനായാലും അതുപോലെ തന്നെ കൂമ്പ് തോരനായാലും മത്തങ്ങ ആയാലും ഇതിനകത്തൊക്കെ കോമ്പിനേഷനായിട്ട് പയറിടാറുണ്ട് പലരും. അതെന്തേലും അതിൻ്റെ ലോജിക്ക് കാണുമായിരിക്കാം. പക്ഷേ എനിക്ക് അതിനേക്കാളും ഇഷ്ടം പ്ലെയിനായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നൊരു ഓമയ്ക്കയുടെ കൂടെ ഞാൻ പയറും ഇട്ടിട്ടുണ്ട്. അരപ്പായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഉടച്ചപ്പോൾ ഇത്തിരി ഉടഞ്ഞതൊന്നും കുറവായിട്ട് തോന്നി. ആദ്യം തന്നെ നല്ലപോലെ ഉടയ്ക്കണം. നമ്മൾ ഈ അരപ്പൊക്കെ ചേർത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടയാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഉപ്പിട്ട് നല്ലതുപോലെ ഉടയ്ക്കുവാണെങ്കിൽ ഉടയുന്നതേ ഉള്ളൂ. ഞാൻ അതിനുശേഷം എൻ്റെ ആ ബീറ്റർ ഒന്ന് തപ്പിയെടുക്കാൻ നോക്കി. അതാവുമ്പോൾ പെട്ടെന്നൊന്ന് അടിച്ചാൽ അതെല്ലാം ഉടഞ്ഞങ്ങ് കിട്ടുമല്ലോ. പക്ഷേ ഞാൻ എത്രയൊക്കെ തപ്പിയിട്ട് എനിക്ക് ആ സംഭവം മാത്രമേ കിട്ടിയുള്ളൂ. അതിൻ്റെ ബ്ലേഡ് നോക്കിയിട്ട്
എവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സംഭവം, പക്ഷേ എവിടെയാണെന്ന് എനിക്കൊരു പിടിയില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം വരെ ആ സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ തന്നെയാണ് എവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ എവിടാണെന്ന് ഇനി കണ്ടുപിടിക്കാനാണ് പാട്. അതുണ്ടെങ്കിൽ എളുപ്പമാണേ, നമുക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് അടിച്ചിങ്ങെടുത്താൽ മതി, പെട്ടെന്ന് ഉടഞ്ഞും കിട്ടും. ഞാൻ നേരത്തെയൊക്കെ അങ്ങനെ പയറുകറിക്കൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ സംഭവം ചീറ്റിപ്പോയി. അവസാനം തവി കൊണ്ട് തന്നെ ചെറുതായിട്ട് എന്താണ് അരങ്ങിയെടുക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ഉടച്ചെടുക്കുക, വാട്ടവർ. അങ്ങനെ അവസാനം അങ്ങനെ ഉടച്ചെടുക്കേണ്ടി വന്നു. അരപ്പും ഉപ്പുമൊക്കെ യോജിപ്പിച്ച ശേഷം അത് തിളയ്ക്കേണ്ട, നല്ലതുപോലെ ഒരു തിള വരാൻ തുടങ്ങുമ്പോഴേ ഓഫ് ചെയ്തതിന് ശേഷം കടുക് താളിക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ, കൊച്ചുള്ളി, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിന് ശേഷം കൊച്ചുള്ളി, കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം, വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ എന്തോ പപ്പായ എരിശ്ശേരി എന്ന് വേണമെങ്കിലും പറയാം. തേങ്ങ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തോരൻ വെക്കണ്ട. തോരൻ ഇന്നലത്തെ നമ്മുടെ ഒടിയൻ പയറുണ്ടല്ലോ, പച്ചക്കറിക്കകത്ത് കിട്ടുന്ന പച്ചപ്പയറോ, ആ പയർ തോരൻ വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ തോരനുണ്ട്, കറിയും ചോറും, പിന്നെ എന്തെങ്കിലും ജോസാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തെങ്കിലും വറക്കാൻ പറ്റിയ മീനുണ്ടെങ്കിൽ കൊണ്ടുവരണേന്ന്, മീൻ വറക്കാനായിട്ടേ. എപ്പോൾ വരുമെന്നറിയില്ല, കാരണം മീൻ എടുക്കാൻ പോയാൽ നല്ല സമയം എടുക്കും ഇനി വരാനായിട്ട്, അത് വെട്ടിയൊക്കെ ഇനി എത്തണമല്ലോ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് മുമ്പേ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും കൊണ്ടുവരണേ, അതാകുമ്പം പെട്ടെന്ന് അങ്ങ് വെട്ടിയെടുത്ത് വറുത്താൽ മതിയല്ലോ, അതിന് വേണ്ടി. അപ്പോൾ തേങ്ങ മൂത്ത് വരുമ്പോൾ ഒരു ഇത്തിരി കളറിന് വേണ്ടി മുളക് പൊടിയും ചേർക്കാം. അന്നേരം ആ എണ്ണ മുകളിൽ തെളിഞ്ഞു കിടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതിന് വേണ്ടിയാണ് തേങ്ങ ഒത്തിരി മൂത്ത് പോകരുത്. ഇതൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒരു റെസിപ്പി കാണിക്കുമ്പോൾ ഫുള്ളായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അരപ്പിട്ട ശേഷം അത് തിളപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു തിള വന്നപ്പോഴേ ഓഫ് ചെയ്തിട്ടായിരുന്നു. അതായത് നന്നായിട്ട് ആവി വന്നു, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ കടുക് താളിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് അടച്ചങ്ങ് വെക്കാം. നമ്മുടെ കറി റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുറേ പണിയുണ്ട്. നാരങ്ങ വെള്ളക്കിടണം. ഓരോ സമയത്ത് ഓരോന്നാണ് ഹിറ്റാവുന്നത്. ആദ്യം മീനും ബീഫും ആയിരുന്നു, അതിപ്പോൾ നോർമലായി. അതിനുശേഷം നെല്ലിക്ക പെരട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോഴും ധാരാളം നെല്ലിക്ക പെരട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഹിറ്റായി നിൽക്കുന്ന ഒരു സംഭവമാണ് വെളുത്തുള്ളി നാരങ്ങ. ഏറ്റവും കൂടുതൽ എനിക്ക് ഓരോ ആഴ്ചയിലും ഇടണം. അതിനു വേണ്ടിയുള്ള പച്ചമുളകാണ്. അതിനുശേഷം ഞാൻ പച്ചമുളക് അരിയാനായിട്ട് ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുത്തു. ബാക്കി പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്ക് അത് അരിഞ്ഞ് കിട്ടും. വെളുത്തുള്ളി എത്രയും ഇടാമോ അത്രയും ഇട്ടാണ് ഈ അച്ചാർ ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലതും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ ജോസാൻ പോയതുകൊണ്ട് തന്നെ എനിക്ക് കടയിൽ ആൾ വരുമ്പോൾ അങ്ങോട്ടും പോകണം, ഈ കാര്യങ്ങളും ചെയ്യണം, എല്ലാം കൂടെ എന്നെയും കൊണ്ട് പറ്റിയില്ല. ജോസാൻ വന്നപ്പോൾ എന്തായാലും മത്തി കൊണ്ടുവന്നായിരുന്നു. അത് പെട്ടെന്ന് വെട്ടിയെടുത്ത് വൃത്തിയാക്കി അത് വറക്കാൻ വേണ്ടി. ഇത് നെയ്മീനാണ്. നെയ്മീൻ ഒരു സെക്ഷൻ, കേരച്ചൂര ഒരു സെക്ഷൻ. നെയ്മീൻ ഞാൻ അകത്ത് തന്നെ ഞാനങ്ങ് കഴുകി മാറ്റി. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ, അതുകൊണ്ട് അയ്യോ ഇത്രയും മീൻ അകത്ത് കഴുകിയോ സ്മെല്ലെടുക്കത്തില്ല എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാലും വാഷ് ബേസിൻ വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ചേച്ചി ആ സമയം കൊണ്ട് പുറത്തോട്ട് മീൻ കഴുകി. അതിനുശേഷം ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ മീൻ കഴുകുമ്പോൾ ഞാനിവിടെ ഹെൽപ്പിന് നിൽക്കും. കാരണം അത് നന്നായിട്ട് അതിനകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടോ എല്ലാം നന്നായിട്ട് വെട്ടിക്കൊണ്ടായിരുന്നു വരുന്നതെന്നെങ്കിലും ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്യാറുണ്ട്. അത് ഉളുമ്പൊക്കെ നന്നായിട്ട് പോയി ഒട്ടും പൊടിയാതെ വേണം അത് കഴുകിയെടുക്കാൻ. ചേച്ചി ഇച്ചിരി ശക്തിയോടെ ഉലയ്ക്കുമ്പോൾ ഞാൻ അടുത്തുനിന്ന് പറയും അയ്യോ ചേച്ചിയെ അങ്ങനെ ചെയ്യല്ലേ, ചെറുതായിട്ട് അതിനെ നോവാത്ത രീതിയിൽ എടുക്കണേ. കാരണം മീനല്ലേ, അലന്ന് പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബീഫ് എങ്ങനെ വേണേലും ഇട്ട് ഒലച്ച് കഴുകാം, ഒരു പ്രശ്നമില്ല. പക്ഷെ മീൻ അങ്ങനെയല്ലല്ലോ. എന്തായാലും ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് മീൻ കഴുകിയെടുത്തു. വറക്കാനുള്ള മീനും റെഡിയാക്കി വറക്കാനായിട്ട് ഇട്ടു. ഉച്ചക്കത്തെ ഊണിന് ശേഷമുള്ള പണിയായിരുന്നു ചക്ക വരട്ടൽ. അറിയാമല്ലോ എത്ര സമയം എടുക്കുമെന്ന് ചക്ക വരട്ടാൻ. ചേച്ചി പോയി കഴിഞ്ഞിട്ടും ചക്ക വരട്ടൽ തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ചേച്ചി പൊക്കോ, ഞാൻ ചെയ്തെടുത്തോളാം എന്ന്. ഒരു അരപ്പരുവം വരെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ, ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അവസാനം പിടിച്ചു വെക്കാനായിട്ട് ജോസാനും വന്നായിരുന്നു. അതിനുശേഷം ഞാൻ നെയ്മീൻ അങ്ങ് വറുത്തെടുത്തു. അത് കുറച്ചേ ഉള്ളായിരുന്നല്ലോ, പെട്ടെന്ന് വറുത്തെടുക്കാം. എന്നാലും അത്ര പെട്ടെന്നൊന്നുമല്ല, സമയമെടുക്കും. രാത്രി കുളിച്ചതിന് ശേഷം രാത്രിയിലാണ് ഞാൻ കേരച്ചൂര വറുത്തെടുത്തത്. അതിന് ഒത്തിരി സമയം എടുക്കുമല്ലോ, 10 കിലോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് വൈകിട്ട് സമയം 6:30 എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. കാരണം ഓരോന്നീന്ന് സ്കിപ്പ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയ്ക്ക് എന്താണ് ഒരു ഹെക്റ്റിക് എന്ന് തന്നെ പറയാം, അതായിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്. ചേച്ചി 4 മണിയായപ്പോഴത്തേക്ക് പോയി. അത് കഴിഞ്ഞു എനിക്ക് പണിയുണ്ടായിരുന്നു. ചക്ക വരട്ടിയെടുത്തു, പിന്നെ നെയ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചു. ഇന്നിനി അച്ചാറിടാൻ പറ്റുമോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട് കേട്ടോ. കാരണം എനിക്ക് സ്റ്റാമിന ഇല്ല.
പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കുളിച്ച് കഴിഞ്ഞ് ഫ്രഷായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇടും, ഫ്രൈ ചെയ്ത് വെച്ചേക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഇടും കേട്ടോ. കാരണം എൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി വെച്ച് എനിക്ക് ചെയ്യാനുള്ള ആ ഒരു സ്റ്റാമിന ഇല്ല. പക്ഷെ കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രഷ് ആവുമല്ലോ. അത് കഴിഞ്ഞുള്ള കാര്യം പറയും. കുറേ ക്ലീനിങ് ഉണ്ട്. ഞാൻ എന്നും നിങ്ങളെ കാണിക്കുമല്ലോ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞ ശേഷം എൻ്റെ പാതകം നോക്കൂ ഇത്ര ക്ലീനാണെന്ന്. ഇന്ന് അങ്ങനെയല്ല, കുറേ സംഭവങ്ങൾ. പിന്നെ അടുത്ത ബാച്ച് നാരങ്ങ അരിഞ്ഞു ഉപ്പിട്ട് വെച്ചത്, അതൊരു ബാച്ച് ഇങ്ങനെ ഇരിക്കുന്നു, അതും റെഡിയാക്കണം. എല്ലാം കൊണ്ടും നല്ല തിരക്കായിരുന്നു ഇന്ന്. നല്ല ക്ഷീണവും ഉണ്ട്. ഇടയ്ക്ക് ജോസാൻ പുറത്തു പോയി. പിന്നെ ഇപ്പം വീണ്ടും ഇന്ന് കുറേ പ്രാവശ്യം പുറത്തായിരുന്നു കേട്ടോ. കാരണം മീൻ എടുക്കാൻ പോയിട്ട് കുറേ ലേറ്റായിട്ടാണ് വന്നത്. അതിനുശേഷം ഇന്ന് അമ്മാച്ചൻ, അതായത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ റിജോ വത്സമാമയൊക്കെ. അപ്പോൾ വത്സമ ഓൾറെഡി ഓസ്ട്രേലിയക്ക് പോയി. ഇവിടെ വീടിൻ്റെ കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് രായ്ച്ചാന് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം രായ്ച്ചാനും ഇന്ന് ഓസ്ട്രേലിയക്ക് പോയി. അപ്പോൾ അങ്ങനെ ജോസൻ അങ്ങോട്ട് പോയി. ഇതിനിടയ്ക്കെല്ലാം ഈ കാര്യങ്ങളും നടക്കണം. കടയിൽ ആരെങ്കിലും വരുവാണെങ്കിൽ അതും നോക്കണം. ഇടയ്ക്ക് രായ്ച്ചാൻ വന്നിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടില്ല. കാരണം ഞാനിവിടെ ചക്ക വരട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വന്നത്. ജസ്റ്റ് വന്ന് രായ്ച്ച ഇരിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജോസാൻ വന്നു. ജോസാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോയായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കേട്ടോ. ആരെങ്കിലും വന്നാൽ പോലും എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. മാറും എന്നറിയില്ല. ഒരു തോർത്താൽ സന്തോഷമുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ബെൻസി ഒരു സീനിയർ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തതാണ്, എന്നിട്ടും എത്ര ഇതായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ തന്നെ മറ്റുള്ളവർ കമൻ്റ് ഇടുന്നത് ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ചിലരെങ്കിലും 100ൽ ഒരാളെങ്കിലും നെഗറ്റീവ് പറയാൻ വരുന്നവരുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങനെ പറയുന്നത് എന്തിനാ, ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? എന്നെ സ്നേഹിച്ച് എൻ്റെ കാര്യങ്ങൾ സ്നേഹത്തോടെ എനിക്ക് മെസ്സേജ് ഇടുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അത് എന്തെങ്കിലും ഭയങ്കര കൊലക്കുറ്റമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും വീഡിയോ കാണുന്നതിൽ പലരും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കാൻ വരുന്നവരുണ്ട്. അതിനകത്ത് ഒരു പോസിറ്റീവ് പോലും അവർ കാണില്ല, നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ എന്തിനാ പറഞ്ഞത്, ഇങ്ങനെ എന്തിനാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. എൻ്റെ വാഗുണ്ട് എൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. എൻ്റെ വ്ളോഗിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ വരുന്നവർ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ അടുത്തുള്ളവരുടെ കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ വ്ളോഗിൽ പറയാൻ പറ്റും. അതായത് നാട്ടുകാരുടെ കാര്യമോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിഷ്ടപ്പെടുന്നവരുമുണ്ട്. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ടിട്ട് എന്നെ തിരുത്തുന്നവരുണ്ട്. ഈവൻ ബെൻസി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈവൻ വീട്ടിൽ ഹെൽപ്പിന് അയാളെ വെച്ചപ്പോൾ പോലും ബെൻസി അങ്ങനെ ചെയ്യിപ്പിക്കണം, ഇങ്ങനെ ചെയ്യിപ്പിക്കണം, എല്ലാം കൂടെ തന്നെ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് പൊതുവേ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു 90% സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണയുണ്ട്, നമ്മൾ ചെയ്യുന്നതാണ് പെർഫെക്റ്റ്, അത് വേറെ ആരും ചെയ്താൽ ശരിയാവില്ല. ഞാൻ ആ ഒരു കൂട്ടത്തിലുള്ള ആളാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യണമെങ്കിൽ ഒരു സംതൃപ്തിയുള്ളൂ. അപ്പോൾ കുറേ എന്നെ സ്നേഹിക്കുന്ന അമ്മമാർ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, നിൻ്റെ ഹെൽത്തൂടെ നീ നോക്കണം. അത് പറയുന്നത് പോലും കുറ്റം കണ്ടുപിടിക്കാൻ ആളുകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയും പറഞ്ഞു വന്നതിനിടയ്ക്ക് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ ഇത്രയും കൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇനി കുറേ ക്ലീനിങ്ങുകളുണ്ട്. ചേച്ചി കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടാണ് പോയത്. ബാക്കി ഇപ്പോൾ അച്ചാറൊക്കെ ഡബ്ബയ്ക്കകത്താക്കി അച്ചാർ ഉരുളിയൊക്കെ കഴുകി വെക്കണം. കുറച്ച് കറിവേപ്പിലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, അത് കഴുകി സെറ്റാക്കണം. അങ്ങനെ അല്ലറ ചില്ലറ കുറേ കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ ഒന്ന് തൂക്കണം, ഒന്ന് കുളിക്കണം. അയ്യോ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ മുഷിയുന്നുണ്ടായിരിക്കാം. ആ രീതിയിൽ നിൽക്കുവാണല്ലോ ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് പിന്നെ വരാം. ബൈ, ടാറ്റ.